ദൂരത്തും ചാരത്തും വീടുകളിലും വഴിത്താരയിലും കടയിലും ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാനരും സ്നേഹസമ്പന്നരുമായിരിക്കുന്ന ഈ ചൂരക്കോട് ദേശത്തിലെ എല്ലാ ബഹുമാനരായ പിതാക്കന്മാരെയും മാതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞനിയന്മാരെയും അനിയത്തിമാരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള മാരകമാകുന്ന ലഹരി പദാർത്ഥങ്ങൾ ദൈനംദിനം നമ്മുടെ കൊച്ചു കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളും അത് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളും എന്തെല്ലാമാണ് എന്ന ഒരു മുഖവര പ്രസംഗത്തിൻ്റെ ആവശ്യകത ഇന്നെനിക്കില്ല. കാരണം നിങ്ങളും വാർത്തകൾ വായിക്കുന്നവരാണ്, കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഇന്നത്തെ ദൃശ്യശ്രവണ മാധ്യമത്തിൽ കൂടി നാം കേൾക്കുന്ന വാർത്തകൾ ലഹരിയുടെ ഭീകരത എന്താണ് എന്ന് നമ്മെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലോ അന്യ രാജ്യത്തോ അന്യ സംസ്ഥാനത്തോ ഉള്ള കാര്യമല്ല ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് മലയാളി മാറത്ത് കൈവച്ച് അഭിമാനത്തോടെ പറഞ്ഞ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. മദ്യപിച്ച് ലക്കുകെട്ട് പെറ്റമ്മയെ കടാര കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുന്ന ആൺമക്കളുടെ നാടായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ ഭാര്യയുടെ കടുത്തറുത്ത് മാറ്റുവാൻ മടിയില്ലാത്ത ഭർത്താക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മദ്യത്തിന്റെ ലഹരിയിൽ ജനിപ്പിച്ച തന്റെ മകളെ പോലും പീഡിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ മടിയില്ലാത്ത നരഭോജികളായ പിതാക്കന്മാരുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് പറന്നു വീടുന്ന പത്രത്തിന്റെ താളുകളിൽ നിന്നും വായിച്ചതും കേട്ടതുമായ വാർത്തകളാണ്. ഇവിടം കൊണ്ടൊന്നും വാർത്തകൾ തീരുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഒരു ലജ്ജയും കൂടാതെ കവലതോറും വന്ന് പറയുന്നുവെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ വാർത്തയിൽ കൂടി കാണുന്ന കേൾക്കുന്ന വളരെ വേദനകരമാകുന്ന ഒരു സംഭവം എന്നുള്ളത്, പല കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ട് കയ്യിൽ വിലങ്ങും വെച്ചുകൊണ്ട് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തികൾ 40, 50, 60 വയസ്സ് പ്രായമുള്ള വ്യക്തികൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ 30, 32, 25, 28 വയസ്സ് പ്രായമുള്ള യൗവനക്കാര് ആണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. പല ആൾക്കാരെ ചിന്തിക്കാറുണ്ട്, ഇവർക്കൊന്നും മറ്റു പണിയില്ലാഞ്ഞിട്ടാണോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ജോലിക്ക് പോകുന്ന സഹോദരങ്ങളുണ്ട്. എന്നാൽ പഠനത്തിന്റെ തിരക്കിന്റെ ഇടയിലും ജോലിയുടെ തിരക്കിന്റെ ഇടയിലും ലഭിക്കുന്ന ചില സമയങ്ങൾ, ചില സന്ദർഭങ്ങൾ, ഇങ്ങനെയെല്ലാം പല സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പല ഭാഗത്ത് ഞങ്ങൾ മാത്രമല്ല, ബഹുമാനപ്പെട്ട ആരോഗ്യ മേഖലയിലുള്ള പ്രമുഖർ, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖർ, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാര്, പല രാഷ്ട്രീയ പ്രവർത്തകര്, പല വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരോടൊപ്പം ചേർന്ന് ഞങ്ങളാലാകുന്ന രീതിയിൽ ഇന്ന് പകൽ ഈ ചൂരക്കോട് ദേശത്ത് ഞങ്ങൾ ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആയതിനാൽ ചില വിലപ്പെട്ട മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി ഞങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു? പണമില്ലാഞ്ഞിട്ടല്ല, പഠിത്തമില്ലാഞ്ഞിട്ടല്ല. 10, 20 വർഷങ്ങൾക്ക് പുറകിലേക്ക് നാം ഒന്ന് ചിന്തിക്കാമെങ്കിൽ അന്ന് ഉള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നല്ല വിദ്യാഭ്യാസം എന്നുണ്ട്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നുണ്ട്, നല്ല ജോലി സൗകര്യങ്ങളുണ്ട്, നല്ല യാത്രാ സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് അപകടങ്ങൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് ഇവിടെ അക്രമങ്ങളും പലവിധമാകുന്ന പീഡനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു? ഇന്ന് നടക്കുന്ന അക്രമങ്ങളും ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളും നാം ഒന്ന് വ്യക്തമായി പരിശോധിച്ചാൽ ഒളിഞ്ഞും പിന്നെ അതിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന ഏക വില്ലൻ ലഹരിയാണ് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പല ആൾക്കാരും പറയാറുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി ഞങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങൾ കുടുംബജീവിതമെല്ലാം പരാജയപ്പെട്ട് തകർന്നിരിക്കുകയാണ്, അതുകൊണ്ട് സമാധാനം ലഭിക്കുവാൻ വേണ്ടി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. എന്നാൽ സ്നേഹിത, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ മാറി മാറി ഉപയോഗിച്ച് സമാധാനം ലഭിച്ച ആരും തന്നെയില്ല. ലഹരി പദാർത്ഥങ്ങൾ മാറി മാറി ഉപയോഗിച്ച് സമ്പന്നരായി തീർന്ന ആരും തന്നെയില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് രോഗം മാറിയ ആരും തന്നെയില്ല. പിന്നെ എന്തിനു വേണ്ടി മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു?
കഴിഞ്ഞ ദിവസം വിമുക്തി എന്ന ആ ഒരു ആരോഗ്യ സംഘടനയിൽ ഒരു ബഹുമാനപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്ന ഒരു ബോധവൽക്കരണ ക്ലാസിന്റെ 1-2 പദങ്ങൾ ഞാൻ എന്റെ ഹൃദയത്തിന്റെ അകത്ത് വന്നു വീഴുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കൊണ്ടൊന്നും ആരുടെയും കുടിയോ വലിയോ ഒന്നും മാറ്റുവാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ കുടിക്കല്ലേ വലിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, തല്ലുവാൻ വേണ്ടി മുഷ്ടി ചുരുക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ എഴുന്നേറ്റ് വന്നു എന്ന് വരാം. ആൾ തിരക്കുള്ള വീതിയിൽ സ്കൂൾ കുഞ്ഞുങ്ങൾ പോകുന്ന വഴിയിൽ കൂടി പരസ്യമായി മദ്യപിച്ചാൽ ചോദിക്കുവാൻ ആളില്ല. മദ്യപിച്ച് സുബോധമില്ലാതെ നേരാവണ്ണം വസ്ത്രം ധരിക്കാതെ ചീത്ത വിളിച്ച് ഒരുവർ റോഡേ പോയാൽ അവനെ നേർവഴിക്ക് നയിക്കുവാൻ ആളില്ല. എന്നാൽ മദ്യപിക്കല്ലേ, കുടിക്കല്ലേ, വലിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ തല്ലുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് പ്രസംഗത്തിനൊന്നും വലിയ പ്രാധാന്യമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തിന് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇനി ഒരു തലമുറ ഇതിന്റെ കെണിയിൽ വീഴാതെ രക്ഷപ്പെടുവാൻ വേണ്ടി ഞങ്ങളുടെ പ്രസംഗങ്ങൾ ഒരു മുഖാന്തരമായി തീർന്നാൽ അതിൽ വലിയൊരു ഭാഗ്യം ഉണ്ട് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല. വർഷങ്ങൾക്ക് പുറകിൽ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കുടുംബത്തിനും വേണ്ടവർക്കും വീട്ടുകാർക്കും വേണ്ടാതെ സമാധാനമില്ലാതെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന എന്റെ പിതാവിന്റെ ക്രൂര മർദ്ദനങ്ങൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മദ്യപിച്ച് സുബോധമില്ലാതെ റോഡ് അലഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ കുറിച്ച് പറയുമ്പോൾ മാറത്തടിച്ചു കരഞ്ഞ ഒരു അമ്മ എനിക്കുണ്ടായിരുന്നു. എന്നെ കുറിച്ച് പറയുമ്പോൾ കണ്ണുനീരോട് തലകുനിക്കുന്ന ഒരു പെങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ അവസ്ഥ മാറ്റുകെട്ട് ഇന്ന് എന്റെ മാതാവിന്റെ മുൻപാകെ അഭിമാനമുള്ള ഒരു മകനായി, എന്റെ പെങ്ങൾക്ക് മുൻപിൽ അഭിമാനമുള്ള ഒരു സഹോദരനായി എന്നെ മാറ്റിയത് മതങ്ങളല്ല, മത സന്ദേശമല്ല, രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, ഇതുപോലെയുള്ള സുവിശേഷ സന്ദേശങ്ങളായിരുന്നു. എങ്ങനെയാണ് സുവിശേഷം ഒരു വ്യക്തിക്ക് മാറ്റം വരുത്തുന്നത്? സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ മതസന്ദേശം എന്ന് പറഞ്ഞ്, മതപ്രസംഗം എന്ന് പറഞ്ഞ് പല ആൾക്കാരും മാറ്റി നിർത്താറുണ്ട്. എന്നാൽ സുവിശേഷം മതത്തിന്റെ സന്ദേശമല്ല, മതപ്രസംഗമല്ല, രാഷ്ട്രീയ സന്ദേശമല്ല. എന്താണ് സുവിശേഷം? മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ച യേശുവിന്റെ ചരിത്രമാണ് സുവിശേഷം എന്നുള്ളത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിന്, അതത്രേ ഞങ്ങളുടെ സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗുഡ് ന്യൂസ് എന്നാണ്. ദൈനംദിനം നാം കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുമ്പോൾ, നമ്മെ ഭയപ്പെടുത്തുമ്പോൾ, ആശങ്കപ്പെടുത്തുമ്പോൾ, ചൂരക്കോട് നിവാസികളെ ഇന്ന് പകൽ അഭിമാനത്തോടെ ഞങ്ങൾ കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. തകർന്നു പോയവനെ പണിയുന്ന, ഉടഞ്ഞു പോയവനെ പണിയുന്ന, നിരാശയിൽ വീണുപോയവനെ രക്ഷിക്കുവാൻ കരുത്തുള്ള, കഴിവുള്ള ഒരേ ഒരു സന്ദേശം ഉലകത്തിലുണ്ട് എങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷ സന്ദേശം മാത്രമാണത്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതത്രേ ഞങ്ങളുടെ സുവിശേഷം. എന്തിനാണ് യേശു ഈ ലോകത്തിൽ വന്നത്? അനേകം പേര് ജനിച്ച നാടാണ് നമ്മുടെ നാട്. എന്തിനാണ് എല്ലാവരും ഈ ലോകത്ത് ജനിക്കുന്നത്? എല്ലാവരും ജീവിക്കുവാൻ വേണ്ടി ലോകത്തിൽ ജനിക്കുമ്പോൾ പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി ലോകത്തിൽ ജനിച്ചവനാണ് യേശു. അനേക ചരിത്ര പുരുഷന്മാര് പാപത്തെ നിഗ്രഹിക്കുവാൻ വേണ്ടി, പാപിയെ കൊല്ലുവാൻ വേണ്ടി ഈ ലോകത്തിൽ അവതരിച്ചപ്പോൾ പാപികൾക്ക് വേണ്ടി, പാപത്തിൽ വീണുപോയ മനുഷ്യകുലത്തിനു വേണ്ടി സ്വയമായി മരിച്ചുകൊണ്ട് സകല മാനവ കുലത്തിനെയും രക്ഷിക്കുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച ഏക വ്യക്തിയാണ് യേശു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് മതത്തിനു വേണ്ടിയല്ല, മതസ്ഥാപനത്തിനു വേണ്ടിയല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് വേണ്ടിയല്ല. എന്തിനാ യേശു ഈ ലോകത്തിലേക്ക് വന്നത്? പാപത്തിൽ വീണുപോയ സകല മാനവ കുലത്തിലെയും രക്ഷ എന്ന പദവിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ലോകത്തിൽ അവതരിച്ച ഏക വ്യക്തിയാണ് യേശു. യേശു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ ശാപത്തിന് വേണ്ടിയാണ്, എന്റെ ജന്മകർമ്മ പാപത്തിന് വേണ്ടിയാണ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, അതരം കൊണ്ട് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ സൗജന്യമാണ്. സ്നേഹിത, ഒരുപക്ഷെ ഒറ്റപ്പെടൽ കൊണ്ട്, സാമ്പത്തികമായി തകർന്ന അവസ്ഥ കൊണ്ട്, കുടുംബജീവിതം പരാജയപ്പെട്ടത് കൊണ്ട്, മദ്യപിച്ച് ആത്മഹത്യ മാത്രം ലക്ഷ്യപ്പെട്ട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, മദ്യപാനം ഒന്നിനും ഒരു പരിഹാരമല്ല, ലഹരി പദാർത്ഥം ഒന്നിനും ഒരു പരിഹാരമല്ല. തകർന്നവനെ പണിയുവാൻ കരുത്തുള്ള, ഉടഞ്ഞവനെ പണിയുവാൻ കരുത്തുള്ള, സമാധാനമില്ലാത്തവന് നിത്യമായ സമാധാനം നൽകുവാൻ കഴിവുള്ള ഒരു വ്യക്തി താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്.
ഒന്ന് രണ്ട് മാസങ്ങളല്ല, 1-2 മാസങ്ങൾക്ക് പുറകിൽ ഞാൻ താമസിക്കുന്ന കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. കൊട്ടാരക്കര മൈലം എന്ന സ്ഥലത്ത് 55 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ്, സംശയത്തിന്റെ പേരിൽ മദ്യപാനിയായ പിതാവ് തന്റെ ഭാര്യയുടെ കഴുത്തറുത്ത് മാറ്റിയിട്ട് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അദ്ദേഹം കീഴടങ്ങുവാനിടയായി തീർന്നു. 1-2 വർഷങ്ങൾക്ക് പുറകിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് ഒരു വന്ദന എന്ന 23 വയസ്സ് പ്രായമുള്ള ഒരു യുവ ഡോക്ടറെ സന്ദീപ് എന്ന ഒരു മനുഷ്യൻ സർജറി കത്തിക്കൊണ്ട് വളരെ മൃഗീയമായി കുത്തിക്കൊലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഒരു തൂമപ്പണിക്കാരനല്ല സന്ദീപ്, ഒരു കൂലിവേലക്കാരനല്ല സന്ദീപ്, മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് മാതൃകയുടെ അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന ഒരു മാതൃക അധ്യാപകനായിരുന്നു സന്ദീപ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മാതൃക അധ്യാപകനായിരുന്ന സന്ദീപിനെ കേരളത്തെ ഞെടുക്കുന്ന ഒരു കൊടും കുറ്റവാളിയായി മാറ്റിയത്, ഒരു കൊലപാതകയായി മാറ്റിയത് ലഹരി എന്ന വില്ലനായിരുന്നു. അങ്ങനെയെങ്കിലും മറന്നു പോകരുത്. ഒരുപക്ഷേ ഇന്ന് താങ്കൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ആരെയും താങ്കളൊന്നും പറയുന്നില്ല. പക്ഷേ നാളത്തെ സുപ്രഭാതത്തിൽ കേരളത്തെ ഞെടുക്കുന്ന ഒരു കൊടും കുറ്റവാളിയായി താങ്കളെ മാറ്റുവാൻ ലഹരി എന്ന വിഷയത്തിന് കഴിവുണ്ട് എന്നുള്ള സത്യം താങ്കൾ തിരിച്ചറിയാതെ പോകരുത്. സ്നേഹിത, മറന്നു പോകരുത്. ഒരുപക്ഷെ ഇന്ന് താങ്കൾ ഒളിഞ്ഞും മറഞ്ഞും പരസ്യമായിട്ടുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ മാറി മാറി ഉപയോഗിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ താങ്കളെ കണ്ടു വളരുന്ന ഒരു തലമുറ ഉണ്ട് എന്ന് താങ്കൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ താങ്കൾ ഇങ്ങനെ മദ്യക്കുപ്പികൾ തുറന്ന് മദ്യപിക്കുമ്പോൾ, പുകയില പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പുകവലിക്കുമ്പോൾ താങ്കളെ കണ്ടു വളരുന്ന ഒരു പുതിയ തലമുറ ഉണ്ട് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് അവന്റെ പ്രഥമ വിദ്യാഭ്യാസശാല അംഗൻവാടിയല്ല, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളല്ല. എന്താണ് അവന്റെ പ്രഥമ വിദ്യാഭ്യാസശാല? അവന്റെ അപ്പൻ പറയുന്ന പോലെ, അവന്റെ അമ്മ പറയുന്ന പോലെയുള്ള വാക്കുകൾ കേട്ട് അവൻ പറയുവാൻ തുടങ്ങും, അവൻ ചെയ്യുവാൻ തുടങ്ങും. അങ്ങനെയെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞ് നോക്കി നിൽക്കുമ്പോൾ, അവന്റെ മുൻപാകെ മദ്യക്കുപ്പികൾ തുറന്ന് മദ്യപിക്കുമ്പോൾ, പുകയില പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നിന്നെ കണ്ടു വളരുന്ന തലമുറ നാളെ ഒരുപക്ഷേ നീ നോക്കി നിൽക്കുമ്പോൾ ഈ റോഡിൽ കൂടി പോലീസ് ഉദ്യോഗസ്ഥർ കയ്യിൽ വിലങ്ങും വെച്ചുകൊണ്ട് അവനെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കൊടും കുറ്റവാളിയായി കൊലപാതകയായി അവനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ താങ്കൾക്ക് മാറത്തടിച്ച് കരയുവാനല്ലാതെ അവനെ ഒന്ന് ഉപദേശിക്കുവാനോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനോ സാധ്യമല്ല. കാരണം അവനെ ഈ മാർഗത്തിലേക്ക് തള്ളിവിട്ടത് താങ്കൾ തന്നെയായിരുന്നുവെന്ന് താങ്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ലഹരി താങ്കൾക്ക് നൽകുന്ന പ്രത്യുപകാരം? എന്താണ് വർഷങ്ങൾ കൊണ്ട് 5, 10, 50 വർഷം കൊണ്ട് മാറി മാറി മദ്യപിക്കുന്ന കുടിയ? എന്താണ് ലഹരി താങ്കൾക്ക് നൽകിയ സമ്മാനം? മദ്യപിച്ച് 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 ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം കരളുപോയി, ആന്തരിക അവയവൻ നഷ്ടപ്പെട്ട് മാറാരോഗിയായി നീ തീർന്നപ്പോൾ മറുഭാഗത്ത് മദ്യം വിറ്റവനെ നോക്ക്, മദ്യം വിളമ്പിയവനെ നോക്ക്. അവൻ ധനവാനായി തീർന്നു, അവൻ സമ്പന്നനായി തീർന്നു. റോഡരികത്ത് വസ്തുക്കൾ അവൻ മേടിച്ചു, ബഹുനില കെട്ടിടങ്ങൾ അവൻ മേടിച്ചു, ആഡംബര വാഹനങ്ങൾ മേടിച്ചു. അവന്റെ മക്കൾ വിദേശത്ത് പോയി, നല്ല നല്ല കോളേജിൽ പോയി. എന്നാൽ മുടങ്ങാതെ മദ്യപിച്ച നീയോ ഒരു ദരിദ്രനായി മാറി, മാറാ രോഗിയായി മാറി, ഹൃദയം തകർന്നവനായി, ക്ഷയരോഗമുള്ളവനായി, ക്യാൻസർ ബാധിച്ചവനായി, മഞ്ഞപ്പിത്തം ബാധിച്ചവനായി, കയ്യും കാലും വിറയിലുള്ളവനായി നീ മാറാത്ത രോഗിയായി മാറിയപ്പോൾ മറുഭാഗത്ത് മദ്യം വിറ്റവനും മദ്യം വിളമ്പിയവനും ധനവാനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽ ഒരു മടങ്ങി വരവ് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹിതം, മരണമുണ്ട്, സമയം നിശ്ചയമല്ല. മരിച്ചതിന് ശേഷം അപ്പനെ സ്നേഹിക്കാമെന്ന്, അമ്മയെ സ്നേഹിക്കാമെന്ന്, മക്കളെ ചേർത്ത് പിടിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട. അയ്യോ, മരണമുണ്ട്, സത്യമാണ്, സമയം നിശ്ചയമല്ല. ഏത് സമയത്ത് ആരുടെ അടുക്കലേക്ക് അവൻ വരുന്നുവെന്ന് ആർക്കും തന്നെ പറയുവാൻ സാധ്യമല്ല. ജാതി നോക്കാതെ, മണം നോക്കാതെ, നിറം നോക്കാതെ, പദവി നോക്കാതെ, ധനവാനെന്നോ ദാരിദ്ര്യമോ നോക്കാതെ ഏതൊരു മനുഷ്യൻ അടുക്കലേക്ക് ഓടി വരുന്ന അതിഥിയാണ് മരണം. അങ്ങനെയെങ്കിൽ ആ മരണമെന്ന ആ സത്യം തേടി വരും മുൻപ് ജനിപ്പിച്ച അപ്പന് നല്ല ഒരു മകനായി, ജനിപ്പിച്ച അമ്മയ്ക്ക് നല്ല ഒരു മകനായി, നല്ല ഒരു മകളായി മാറുവാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ വാ, സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ജീവിച്ചിരിക്കുമ്പോൾ മകനെ ഒന്ന് ചേർത്ത് പിടിച്ച്, മകളെ ഒന്ന് ചേർത്ത് പിടിച്ച് നല്ല ഒരു അപ്പനായി, നല്ല ഒരു അമ്മയായി മാറുവാൻ വേണ്ടി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ മാറ്റിയ, എന്റെ പിതാവിന്റെ മദ്യപാനം മാറ്റിയ, എന്റെ കരയുന്ന മാതാവിന് നല്ല ഒരു ഭർത്താവായ എന്റെ പിതാവിനെ തീർത്ത, മദ്യപിച്ച് റോഡിൽ കിടന്ന എന്നെ നല്ല ഒരു മാതൃകയുള്ള മകനായി എന്റെ പിതാവിനും മാതാവിനും നൽകിയ അതേ സുവിശേഷം ഇന്ന് പകൽ താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്.
ഇതുവരെയും ഈ സുവിശേഷം ഒരു പക്ഷേ താങ്കൾ അറിയാത്ത വ്യക്തിയായിരിക്കാം. പലപ്പോഴും അറിഞ്ഞിട്ട് താങ്കളെല്ലാം തട്ടിക്കളഞ്ഞിട്ട് വീണ്ടും ഈ പാപമംഗലമാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇന്ന് പകൽ യേശു മരിച്ചത് നിന്റെ പാപത്തിനു വേണ്ടിയാണ്, നിന്റെ ശാപത്തിനു വേണ്ടിയാണ്, നിന്റെ രോഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് പാപമംഗലമാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ നല്ല ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ സുവിശേഷം താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, ഒരുവൻ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലതായെങ്കിലും തീയതായാലും തക്കതായ പ്രതിഫലം താങ്കൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മരിച്ചുപോയതിനു ശേഷം മരിച്ചവന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി ആർക്കും തന്നെ യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ മരിച്ചവന്റെ ആത്മാവിന് മോക്ഷം നൽകുവാൻ ഈ ലോകത്ത് ആർക്കും തന്നെ സാധ്യമല്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നമ്മുടെ അകത്ത് ആത്മാവുണ്ട്. മൃഗത്തിനില്ലാത്ത, പർവ്വജാതികൾക്കില്ലാത്ത ഒരു ആത്മാവ് മനുഷ്യന്റെ അകത്തുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയതിനു ശേഷം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിച്ചവന്റെ ആത്മാവിന് മോക്ഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, സാധ്യമല്ല സ്നേഹിത. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവിന്റെ രക്ഷ നാം സ്വായത്തമാക്കേണ്ടത് ആവശ്യമാണ്. യേശു മരിച്ചത് നിന്റെ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാണ്, നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിന്റെ പാപത്തെ മാറ്റുവാൻ വേണ്ടിയാണ്, നിനക്ക് സമാധാനം നൽകുവാൻ വേണ്ടിയാണ്, സന്തോഷം നൽകുവാൻ വേണ്ടിയാണ്, നിത്യമാകുന്ന രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. ആ നിത്യമാകുന്ന രക്ഷയ്ക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട, സമയത്തെ കളയണ്ട, യാത്രകൾ ചെയ്യേണ്ട, ദൂരെ എങ്ങ് പോകേണ്ട. ആയിരിക്കുന്ന സ്ഥലത്ത് യേശുവേ ഞാനൊരു പാപിയാണ്, ഞാൻ പാപമംഗലമാകുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ്, എന്റെ ഭാര്യയുടെ മുൻപാകെ നല്ലൊരു ഭർത്താവായി ജീവിക്കുവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ല, ജനിപ്പിച്ച മക്കളുടെ മുൻപാകെ നല്ല ഒരു അപ്പനായി ജീവിക്കുവാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇനി നല്ല ഒരു അപ്പനായി ജീവിക്കുക, നല്ല ഒരു ഭർത്താവായി മാറുക, നല്ല ഒരു മകനായി മാറുക ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മാറ്റം എനിക്ക് ആവശ്യമാണ്, ആ ഒരു മാറ്റം എനിക്ക് നൽകണമേ എന്ന് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതുവരെയും ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച ഈ ചൂരക്കോട് ദേശത്തിലുള്ള എല്ലാ ദേശനിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.